ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് റെസിപ്പീസിൻ്റെ വീഡിയോസ് ആയിട്ടൊന്നുമല്ല കേട്ടോ. ഇന്ന് നമ്മൾ മോളെ ഫസ്റ്റ് ആയിട്ട് തന്നെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. മോണ്ടിസോറിലാണ് അവളെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അവളുടെ ആ ഒരു സ്കൂളിലോട്ടുള്ള പ്രവേശനവും അതേപോലെ തന്നെ അവൾ സ്നാക്സ് ബോക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ളൊരു മാളിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞങ്ങളിതാ മോൾക്ക് സ്നാക്സ് ബോക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ മാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് മാളിൽ എത്തിയ പാടെ തന്നെ ഇതേപോലെ ട്രോളിയിൽ ഒന്ന് ഇരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുത്തിയ ശേഷമാണ് നമ്മളെല്ലാം ഒന്ന് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു മാള് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് തന്നെ സ്കൂളിന് കുറേ ഓഫറുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സ്കൂൾ ഓപ്പണിംഗ് ആയ കാരണം തന്നെ ഈ ഒരു മാളിൽ എല്ലാ സാധനങ്ങൾക്കും സ്കൂൾ ഐറ്റംസ് എല്ലാത്തിനും ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ആണല്ലോ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് തന്നെ ഫസ്റ്റ് തന്നെ പോവട്ടെ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ പോകുന്ന ആ ഒരു വഴിയിലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ മോളെ മോണ്ടിസോറി ചേർത്ത കാരണം തന്നെ നമുക്ക് അധിക ഐറ്റംസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് സ്നാക്സ് ബോക്സ് അതേപോലെ വാട്ടർ ബോട്ടിൽ അതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാളിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ ആ സ്കൂളിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഞാനൊന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക. അപ്പോൾ അതാ ഒരു സ്കൂൾ കുട്ടിക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് മുമ്പ് ഈ ഒരു മാളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതൊക്കെ നല്ല ഓർഡറിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് ഡിസോർഡർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ വന്നിട്ടുള്ളത് രാത്രിയാണ്. ഒരു 7 മണി 8 മണിക്ക് ആ ഒരു സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഡിസോർഡർ ആയിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓഫറും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കുട്ടീനെ ആകർഷിക്കുന്ന രീതിയിൽ ആണ് കേട്ടോ അതിൽ ഷാർപ്നറിൻ്റെ അതേപോലെ തന്നെ റേസറിൻ്റെ ഒക്കെ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് മക്കളും എടുത്തു പോകും കേട്ടോ. അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാത്തിനും നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബാഗും ഇതാ കുറേയൊക്കെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതാ മോൾക്ക് ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാ ബാഗും ഒരേപോലെ തന്നെ ഇതേ രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ടത് വേണ്ടത് സ്നാക്സ് ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാം. മോണ്ടിസോറി ആയ കാരണം തന്നെ നമുക്ക് വൈറ്റ്നറിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ചപ്പൽസിനൊക്കെ പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് വൈറ്റ്നർ വേണം. അപ്പോൾ ഞാനൊരു വൈറ്റ്നർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്സ് ബോക്സ് മാത്രം ഇട്ട് തരുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. പക്ഷേ ഇതൊന്നും മോൾക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് പിങ്ക് കളറിനോടാണ് പ്രത്യേക ഒരു താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിങ്ക് തിരയുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ബോക്സിനൊക്കെ ഉള്ളിൽ വേറൊരു ബോക്സ് കൂടി വരുന്നതാണ്. അപ്പോൾ അത് ചെറിയ മക്കളാകുമ്പോൾ അവർക്ക് സ്നാക്സ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇതാ വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ടോപ്പും കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആട്ടോ. അപ്പോൾ നല്ല ബോക്സ് തന്നെ കേട്ടോ. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടത്. ചെറിയ മക്കൾക്ക് ഒരു 3 ഐറ്റംസ് നമുക്ക് നട്ട്സും ഈത്തപ്പഴം അതേപോലെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുത്തേക്കാം. സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു സൗകര്യമുള്ള ഒരു ബോക്സാണ്. പിന്നെ ഇതാ വാട്ടർ ബോട്ടിൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് പിങ്ക് കളർ തന്നെ വേണം. അപ്പോൾ ഇത് അവിടെ ബാബ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിങ്ക് കളറിലുള്ള ഫ്ലാസ്ക് നമുക്ക് മാളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഈ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബാബ അത് കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റംസും വാങ്ങി വീട്ടിലേക്കുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ബില്ല് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴും അവൾ ആ സ്നാക്സ് ബോക്സ് കയ്യിൽ നിന്ന് വിടുന്നില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റംസും പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്നാണ് ട്ടോ നമ്മുടെ സ്കൂൾ തുറക്കുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ അവളെ എഴുന്നേൽപ്പിക്കുക കേട്ടോ. സോപ്പ് ഇട്ടിട്ടാണ് എഴുന്നേൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ ശീലമൊക്കെ മോശമാവും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് എഴുന്നേൽക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ നല്ല സോപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഉണർത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, നമുക്കൊന്ന് സ്കൂൾ തുറക്കല്ലേ വേഗം എഴുന്നേറ്റോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ എഴുന്നേറ്റത്. അപ്പോൾ ഇന്ന് സ്കൂൾ ഓപ്പണിംഗ് ഡേ ആയ കാരണം തന്നെ നമ്മളും കുട്ടികളുടെ കൂടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. പുട്ടും പഴമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
അപ്പോൾ അതാ മോൾക്ക് ഇതേപോലെ നമ്മൾ സാധാരണ കൊടുക്കാറ് പുട്ടും പഴം കൂടി കുഴച്ചതിന് ശേഷം ഇതേപോലെ ബോൾസ് ആക്കി കൊടുക്കാറാണ്. അപ്പോൾ ഒരു 4-5 ബോൾസ് അവൾ കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ അവൾക്കവിടെ വെച്ച് കൊടുത്ത് നമ്മളും ഇതാ കഴിക്കാൻ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളും കഴിച്ച്. പിന്നെ മോള് കുറച്ച് പെൻസിൽ, ഷാർപ്നർ, അതേപോലെ തന്നെ എറേസറായിട്ടൊക്കെ അവളും കുറച്ച് നേരമൊക്കെ കളിച്ച്. ഈ സമയത്തൊക്കെ അവൾക്ക് ഭയങ്കര ത്രില്ലാട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിട്ടൊക്കെ കുറച്ച് നേരം കളിച്ച്. അതേപോലെ തന്നെ ബാഗൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കലും പറയലൊക്കെ ഉണ്ട്. യൂണിഫോം ഇട്ട് കൊടുക്കാനായിട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാഗ് അവൾക്ക് അവളുടെ അമ്മമ്മ കൊടുത്തതാണ് കേട്ടോ. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സമ്മാനമായിട്ട് കൊടുത്തതാണ്. അപ്പോൾ മറ്റ് 2 മക്കളും സ്കൂളിൽ പോകുമ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. ഉമ്മ തന്നെയായിരുന്നു അവർക്കുള്ള ബാഗ്, കുടകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവൾക്കും കൊടുത്തിട്ടുണ്ട്. ഇവൾക്ക് പിന്നെ എല്ലാം പിങ്കാണ്. അപ്പോൾ നമ്മുടെ ബാഗും അതേപോലെ തന്നെ പിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് യൂണിഫോമൊക്കെ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഇതിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവളെ കുളിപ്പിച്ച ശേഷം പിന്നെ അവളുടെ സ്വഭാവമൊക്കെ മാറിയിട്ടോ. അപ്പോൾ അവൾക്ക് പോകാനേ ത്രില്ലില്ല. അത് വരെ എപ്പോഴും പോകണം പറഞ്ഞിട്ടാണ് ആ ഒരു സമയം വെച്ചിട്ട് എല്ലാം മാറിയിട്ട്. അപ്പോൾ ഞാനിതിൽ കാണിക്കാതെ അവളുടെ കരയാണ്, പോവണ്ട പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ ചേർത്തേ മുതൽ കുട്ടി പോകില്ലാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ടിഫിൻ ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ വാങ്ങിച്ച ശേഷം പിന്നെ അവൾക്ക് നല്ല ത്രില്ലായിരുന്നു കേട്ടോ പോവാൻ. അപ്പോൾ യൂണിഫോമൊക്കെ ഇതേപോലെ റെഡിയാക്കി അവളെ കുളിപ്പിച്ച ശേഷം പിന്നെ അവൾക്ക് മനസ്സിലായി അവൾ പോവുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ അടുത്തുനിന്ന് വിട്ട് നിൽക്കാത്തതുകൊണ്ടായിരിക്കും അവൾക്കൊരു ടെൻഷനാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതെന്നുള്ള ഒരു ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ആകെ ത്രില്ലൊക്കെ പോയി. നമ്മളെ മാറ്റി കൊടുക്കേണ്ട ഒരു നമ്മുടെ ആ മൂടൊക്കെ പോയി. പിന്നെ അവളുടെ അപ്പമ്മ വന്നിട്ട് അവളെ സോപ്പിട്ട് മയക്കി അതേപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യൂണിഫോമൊക്കെ ഇട്ട്. അപ്പോൾ ഇപ്പോൾ സ്വഭാവമൊക്കെ നന്നായി. അപ്പോഴേക്കും ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് സ്കൂൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല കേട്ടോ നമ്മുടെ സ്കൂളിലേക്ക്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ അതൊക്കെ ഉമ്മ കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ തന്നെയല്ല സ്കൂൾ. അപ്പോൾ പിന്നെ എന്തിനാ കരയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും കൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ആൾ നല്ല ഉഷാറായിട്ടോ. പിന്നെ അവൾ സ്നാക്സ് ബോക്സൊക്കെ സ്വന്തമായിട്ട് തന്നെ അതിലേക്ക് വെക്കലും പപ്പാക്ക് കാണിച്ചു കൊടുക്കലും എല്ലാവർക്കും കാണിച്ചു കൊടുക്കലൊക്കെ ആയിട്ട് അതിലെന്തൊക്കെ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ സ്കൂൾ നമ്മുടെ അധിക ദൂരമൊന്നുമില്ല, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സ്കൂളിൽ എത്തും. അപ്പോൾ അത്ര നടക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് തന്നെ അടുത്ത് തന്നെ നമ്മൾ ചേർത്തത് കേട്ടോ. കടലൊക്കെ അണ്ടിപ്പരിപ്പ് എന്തൊക്കെ ദിൽസോളത്തിലുള്ളത് അടച്ചാളെ ആക്ക് പിന്നെ തെറ്റി ഞങ്ങൾ നടാടെ പോയി എത്താൻ എല്ലാവരും ഒന്ന് മരുന്ന് കിട്ടാനുള്ള പണി മാണ്ടാ പൊയ്ക്കോളി. ആർക്ക് കൂടി വെച്ച് ഇവളെയും കൂടി നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കും. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ മുമ്പിലെത്തിയ പഠന ഗേറ്റിൻ്റെ അവിടെ ഇതേ രീതിയിലാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ കൈ പിടിച്ചിട്ട് അവളെ ക്ലാസ്സിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കളും ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് മോണിറ്റോർ ഷൂവിൻ്റെ ഒക്കെ എല്ലാ ഷൂവിൻ്റെ പേര് എഴുതുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഷൂ റേറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ കുറേ മക്കൾ കരയുന്നുണ്ട്. അല്ലാണ്ട് കൂടെ എൻ്റെ അമ്മമാരുണ്ട്, എങ്കിലും മക്കളൊക്കെ കരയലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തായി കാണുന്നത് ഞാൻ ആ ഭാഗത്തേക്കുള്ള ജനലൊക്കെ കൊണ്ടുവന്ന് തുറന്നിട്ടുണ്ട്. നമുക്ക് അതിലൂടെ ഒന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ നമ്മൾ അടുത്തായി നമുക്ക് ആ സൗകര്യങ്ങളൊക്കെ അപ്പോൾ മക്കളൊക്കെ അതേപോലെ അവിടെ ഡാൻസ് ബോക്സൊക്കെ തുറന്നിട്ട് എല്ലാവരും ഡാൻസ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കണ്ടിരിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അവരുടെ സ്റ്റാഫിൻ്റെ ആ ഒരു ഡോറിൻ്റെ അവിടെ നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ വീടൊന്ന് കാണിച്ചു കൊടുത്താട്ടാ. അപ്പോൾ അവൾക്ക് ഇടയ്ക്കൊക്കെ അതായത് വീട്ടിലൊക്കെ സമാധാനം ആയിക്കോട്ടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ ഒരു വിൻഡോയിലൂടെ അവിടെ വീടൊക്കെ കണ്ട് അപ്പോൾ പിന്നെ അടുത്ത വിൻഡോയിലൂടെ നോക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അവന് മോണ്ടി 2ലാണ്. അപ്പോൾ അവനെ അപ്പോഴാണ് കേട്ടോ അവിടെ കണ്ടത്. അപ്പോൾ അവളെ കണ്ട പഠനം അവന് വേഗം ഇറങ്ങി വന്നിട്ട് അവൻ്റെ ചെരുപ്പൊക്കെ ഇടുകയാണ്. അപ്പോൾ മോണ്ടി 2ലാണ് അവന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇട്ടോളാന്നുണ്ട് അവന് പറയുന്നത്. അപ്പോൾ അവന് അതൊക്കെ ഇടുകയാണ് കേട്ടോ, സ്വയം തന്നെ ഇടുന്നുണ്ട്. പിന്നെ ഫുള്ള് കെയറിങ് ഇട്ട് പിന്നെ ഒക്കെ അനിയത്തിനെ ഒപ്പം കൊണ്ടെടുക്കലും അതേപോലെ കൈ പിടിച്ചിട്ട് എല്ലാതും കാണിച്ചു കൊടുക്കാനൊക്കെ പിന്നെ അവർ തന്നെ ഞാൻ രണ്ടാളും ഭയങ്കര കൂട്ടായി. പിന്നെ ഞാനവിടെ ക്യാപ്പൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ രണ്ടാൾക്കും കൊടുക്കുന്നുണ്ട്, അവനും അവൾക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാളും കൂടി നിർത്തി ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവന് ഇവളെ അടുത്തുനിന്ന് പോയിട്ടേ ഇല്ല കേട്ടോ. ഫുള്ള് ഇവളുടെ കൂടെ നടക്കുന്ന ഇരുന്ന് അവിടുന്ന് മിഠായി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അവന് മോണ്ട് 2ലാണെങ്കിലും മോണ്ട് 1ൽ തന്നെ ആയിരുന്നിട്ട് അതിന് ശേഷം ഫുള്ള് ഇവർ രണ്ടാളും കൂടി കുറേ അവിടെയൊക്കെ കളിച്ച്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ ഞാൻ അവരുടെ അടുത്തുനിന്ന് മാറി ഇരുന്നിട്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടി തന്നെ നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കൈ പിടിച്ചിട്ട് അവളെ കൊണ്ടുപോയിട്ട് ഒരു ചെയറിലൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വെൽക്കം ഡാൻസ് കാണുന്ന സമയത്ത് അവരാ ഇരിക്കുന്നതൊക്കെ ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അമൗണ്ട് വണ്ടിയുടെ എല്ലാ മക്കളും ഇവിടെ ഇതേപോലെ കൂട്ടായിട്ട് ഓരോ മക്കളെയും അതിലൂടെ വെൽക്കം ചെയ്യാണ്. പറ്റി ടീച്ചേഴ്സ് ബലൂണായിട്ടാണ് നേരെ ക്ലാസ് റൂമിലോട്ട് പോവുകയാണ്. ബലൂണും കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവരെല്ലാവരും ക്ലാസ്സിലോട്ട് പോകുന്നത് Aliza
शहबाज कहते हैं, मोहम्मद शहल जी, मोहम्मद सलीम पीसी, मोहम्मद जहरा पीसी, ബലൂൺ വാങ്ങിച്ചോ मिर्जा सुलेखाया, मोहम्मद अयमन राजी, അങ്ങനെ ബലൂണൊക്കെ കിട്ടിയ എല്ലാ മക്കളും ക്ലാസ് റൂമിലോട്ട് കയറിയപ്പോൾ വീണ്ടും കരച്ചിൽ സ്റ്റാർട്ടായി. അപ്പോൾ ചില മക്കൾക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട് മിഠായിയും ബലൂണൊക്കെ കിട്ടിയപ്പോൾ. मोहम्मद शाहिद, അതേപോലെ കരച്ചിലുമാണ്. मलयालम स्वीट मोहम्मद हाफिज, അപ്പോൾ എല്ലാ മക്കളെയും വെൽക്കം ചെയ്ത ശേഷം അവർക്ക് സ്നാക്സൊക്കെ വീണ്ടും അവർ ഫസ്റ്റ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ എല്ലാ മക്കളും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും അവരുടെ അവരുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പോകാനുള്ള ഞാനും അതേപോലെ തന്നെ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ ബലൂണും ക്യാപ്പൊക്കെ കിട്ടിയ സന്തോഷത്തിനിട്ട് എല്ലാ മക്കളുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്കൂൾ വിശേഷങ്ങൾ. അപ്പോൾ മോളുടെ പ്രവേശനോത്സവം ഞാൻ ഈ ഒരു രീതിയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ബാക്കിലൂടെ പോകുമ്പോൾ ഞാൻ അവൾക്ക് ആ വിൻഡോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവളൊന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉച്ചഭക്ഷണം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവമായ കാരണം തന്നെ ഉമ്മയും ഉപ്പയും ഉമ്മപ്പൊക്കെ വന്ന കാരണം നമ്മളിന്ന് ഗീ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉപ്പപ്പാക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ, ഇന്ന് മോളുടെ പ്രവേശനോത്സവമായിട്ട് നമുക്ക് ഗീ റൈസൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോസ് ഇട്ട്. അപ്പോൾ ആരെങ്കിലും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.